ഇതാണ് തോന്നുന്നത്. ഇതാണോ അച്ചു പ്രേതപ്പാറ? ഇതിന് മോൾ കയറണോ? കേറണോ? അതിന്റെ വണ്ട കയറിക്കണോ? നിക്കണങ്ങ നിക്കാ നടങ്ങ നിക്കാ കുഴപ്പമില്ല. ഞങ്ങൾ കെട്ടിവെച്ചാൽ ആര് കെട്ടിവെച്ചാൽ പഴ വെയിറ്റ് വെച്ച് എന്ത് സൗണ്ട് കേൾക്കണേ? ഞങ്ങൾ കെട്ടിവെച്ചല്ല വിറ്റല്ല, ഞങ്ങൾ ഇപ്പോഴാണ് വന്നത്. ആരെങ്കിലും കാൽപതം കേട്ടോ നിങ്ങളിപ്പോ? മണി കിട്ടടാ, ഓടിക്കോ ഓടിക്കോ. വീഡിയോ ഓണാക്കി എന്നിട്ട് കടന്നോ. പേടിക്കണ്ട, ഞങ്ങള് പിന്നാലെ ഉണ്ട്, കടന്നോ. ഒരു കുഴപ്പമില്ല, നടന്നോ, ഞങ്ങളുണ്ട് കൂടെ. ഓഫാക്കി, നീ നടന്ന് പേടിക്കണ, ഞങ്ങൾ പിന്നാലെ ഉണ്ട്. നിനക്ക് പേടിയുണ്ടോ? ഇല്ലേ സോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഞാനും എൻ്റെ കസിൻസും കൂടി ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോയെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ബട്ട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഈ വീഡിയോ കാണാൻ വേണ്ടി പറയുള്ളൂ. ഇറ്റ്സ് നോട്ട് ഫണ്ണി, ഇറ്റ്സ് സീരിയസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കുന്ന്, വലിയ കുന്ന്, റബ്ബർ കുന്നാണെന്നാണ് പറയുന്നത്. സോ നമ്മുടെ ചെറുക്ക ഫ്രണ്ടിലോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തറവാടാണിത്. നമ്മുടെ തറവാട്ടിൽ നിന്ന് നേരെ മുകളിൽ കയറി പോയിട്ടാണ് കാട്. നമ്മുടെ വാറ് കസിന് കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും പറഞ്ഞേ, മുഖം പെടുത്തില്ലേ പറ. എന്താ പറയാ ഗൈസ്, അവൻ ഫ്രണ്ടിലോട്ട് പോകാം. ഇത്തിരി ഡേഞ്ചർ അല്ലേ അച്ചു? അതെ അതെ, കുറച്ച് ഡേഞ്ചർ എന്നൊക്കെയാണ് പറഞ്ഞത്. അച്ഛമ്മയ്ക്ക് അങ്ങോട്ട് കയറണല്ലേ പറഞ്ഞു ഉച്ചക്ക്. എന്താ കാരണം എന്തെങ്കിലും അറിയണക്ക്? പണ്ടൊരാൾ ഇവിടെ വിഷം കഴിച്ച് മരിച്ചിട്ടുണ്ട് ഇത്ര. നല്ല ഇവിടെ നമ്മുടെ അച്ഛമ്മയുടെ അമ്മേനെ കുറിച്ചിട്ടാണ്. അതെ അതെ, ദഹിപ്പിച്ചിട്ടല്ല, അവിടെ അവിടെ ഉണ്ട് ആ റബ്ബർ, അവിടെ ആയിട്ടാണ് നമ്മുടെ കാർന്നൂരുമാരൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പറയാൻ പാടും എനിക്കറിയില്ല, എങ്ങനെ പറയാറുള്ളൂ. ഫ്രണ്ടിൽ നടന്നോളാ, നടന്നോ, മോൾ കയറുമ്പോൾ അതിന്റെ ഫീല് കിട്ടുള്ളൂ. നീ ഇത്തിരി ഫ്രണ്ടിൽ പോക്കോ, ഓടിക്കോ ഓടിക്കോ. ഇത് നല്ല ഫ്രണ്ടിൽ പോ. ഈ നമ്മൾ അവനെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ്, ഇവിടെ ഇത്തിരി ഡേഞ്ചറാണ് ഗൈസ്. ഇപ്പോൾ ഇത്തിരി രാവിലെ ആയതുകൊണ്ടാണ്, ഇരുട്ടായി കഴിഞ്ഞാൽ ഇത്തിരി കൂടി പേടിയാവും. അപ്പോൾ നല്ല കാട് പിടിച്ചൊരു സ്ഥലമാണ്. ഇനി അവിടെ നല്ലോണം നമുക്ക് കയറി പോകാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ ഞാൻ കുറച്ചേ കയറും. ഈ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും പേടിയില്ലായിരിക്കില്ലല്ലോ. എന്താവും എനിക്കറിയില്ല കേട്ടോ. അച്ചൂടെ വെട്ടുകത്തിയൊക്കെ എടുത്തിട്ടുണ്ട്, ആ വെട്ടുകത്തി കാണിച്ച് വേണ്ടേ? കേറിക്കോടെ മണി, കേറിക്കോ. പക്ഷെ എന്താകുമെന്ന് അറിയില്ല കേട്ടോ. വിളക്കൊന്നും പിടിച്ച് പോകാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിയില്ല. ഇരുമ്പൊക്കെ എന്തായാലും പിടിക്കുന്ന വേണ്ടാണ് അച്ചൂടെ വെട്ടുകത്തിയൊക്കെ എടുത്തേക്കുന്നത്. പവൻ മാത്രം സേഫ് ആവും. കണ്ടോ, ഇതാ നമ്മുടെ വെട്ടുകത്തി. വെട്ടുകത്തി പറയാൻ പറ്റില്ല, പണ്ടത്തെ വെട്ടുകത്തി എടുത്തിട്ട് മരമൊക്കെ പിടിച്ചുകൊണ്ടെന്നൊക്കെ കേട്ടോ. പ്രേതം വന്ന് അതൊക്കെ മതി പ്രശ്നമാവുക. അവന്റെ അടുത്തുണ്ട് ഇരുമ്പ്, അവൻ അരഞ്ഞാളെ കേട്ടിട്ടുണ്ടോ? എടാ മറ്റേ പ്രേതപ്പാറയ്ക്ക് വെക്കോടാ, മുകളത്തെ പ്രേതപ്പാറയ്ക്ക് വെക്കോ. ആ നടന്നോ. ഓക്കെ, വീഡിയോ ഓണാക്കി എന്നിട്ട് കടന്നോ. പേടിക്കണ്ട, ഞങ്ങള് പിന്നാലെ ഉണ്ട്, കടന്നോ. ഒരു കുഴപ്പമില്ല, നടന്നോ, ഞങ്ങളുണ്ട് കൂടെ. ഓഫാക്കില്ല, നീ നടന്ന് പേടിക്കണ, ഞങ്ങൾ പിന്നാലെ ഉണ്ട്. നിനക്ക് പേടിയുണ്ടോ? ഇല്ലേ കുഴപ്പമില്ല, നടന്നു ഇതുവഴി അതേ കഴിക്കോ. നമ്മള് ഇവിടെ നിന്ന് ഗൈസ്, നല്ല നമ്മുടെ സ്ഥലത്തിലെ സീൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ വഴിയാണ് ഗൈസ് പോണ്ടത്. സോ ഗൈസ്, അപ്പോൾ ഇത്തിരി കൂടി ഹൈറ്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഇനി നമുക്ക് ഇങ്ങനെ കുറേ അങ്ങോട്ട് കയറാൻ പറ്റും ഒക്കെയാണ് ഈ സ്ഥലങ്ങള്. അവിടെ എന്തായാലും സൗണ്ട് ആയിട്ട് ഇറങ്ങിക്കോട്ടാ, എന്തായാലും സൗണ്ട് ആയിട്ട് അങ്ങോട്ട് തിരിച്ചിറങ്ങിക്കോ. പ്രയത്നം മാത്രല്ല, പന്നികളൊക്കെ ഉണ്ടോ? പന്നിയുണ്ടോ? നടന്നു കുഴപ്പമില്ല. കറക്റ്റ് ഇപ്പൊ എത്ര സമയം? 2:46 ഗൈസ്. നമ്മൾ ഇത്തിരി ലേറ്റ് ആയി, 1:30 ഇറങ്ങാൻ വിചാരിച്ചാണ്, പക്ഷെ വീട്ടുകാരെ വിട്ടില്ല. പിന്നെ അവര് കണ്ടിട്ട് മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങി. വീട്ടുകാർക്ക് വരെ പേടിയാണ്. അതെ, പ്രത്യേകിച്ച് അച്ഛമ്മയ്ക്കല്ലേ. അതെ, അച്ഛൻ പിന്നെയും കുഴപ്പമില്ല, അച്ഛമ്മയ്ക്ക് എന്തോ ഒരു അനുഭവം ഉണ്ടായിട്ടെന്ന് തോന്നുന്നു. അച്ഛമ്മയ്ക്ക് എന്തോ ഒരു
അവര് ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ വന്നത്. അവര് എനിക്ക് വെച്ചപ്പോ ഞങ്ങളെ എപ്പോഴും വിട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോ അവിടെ വിളിച്ചാൽ കേൾക്കൂല, അങ്ങനെ പ്രശ്നം കൂടി ഉണ്ട്. ഓ ഉണ്ട്, കേറിക്കോ. ഇതാണ് നമ്മുടെ പന. ഇതാണോ പന എനിക്ക് അറിയില്ല, ഇതൊരു പനയാണിത്. ഈ പനയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് ഇടാത്ത. അവിടെ ഏറ്റവും മുകളിൽ പോയി ഒറ്റപ്പന ഉണ്ടല്ലേ ചു, ഒറ്റപ്പനല്ലേ കയറണ്ട പറഞ്ഞു. നമുക്ക് ഉണ്ടാ പേടി കേറാ. നോ ഫിയർ ടു നമ്മുടെ അവിടെ പാറകളൊക്കെ ഉണ്ട് അല്ലോ. പുറകിൽ നമ്മുടെ കസിൻസും ഉണ്ട് ഗൈസ്. അല്ല, അതിലൊരാള് ഗെയിം വൈനറാണ്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ഒരുപാടായി ഹൈറ്റിലെത്തി. നമ്മൾ അങ്ങോട്ട് നോക്കിയ മരങ്ങൾ കാരണം നമുക്ക് അങ്ങനെ വീടുകളൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഇവിടെ വീടുകളൊന്നുമില്ല. ഇതാ ഗൈസ്, ഇതാ അവിടെ തിങ്ങി നമ്മൾ മുകളിൽ കയറി ഗൈസ്. അപ്പോൾ പറ്റണത്തിട്ട് നമ്മൾ മുകളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഇത്തിരി തൊടിയായി ഗൈസ്. ഇവിടെ ഭയങ്കര ഡേഞ്ചർ, കുറച്ചൊന്നുമല്ല, നല്ല ഡേഞ്ചറാണ്. ഇനി അവിടുന്ന് വിളിച്ചാലും നമ്മളെ കേൾക്കില്ല കേട്ടോ ഗൈസ്. സത്യം, ഈ പൂന്നല വെട്ടുകൊണ്ട് വെട്ടിക്കൊന്നും ആരും അറിയില്ല. ഇതാണ് ഗൈസ്. ആഹാ, അതാണോ പ്രേതപ്പാറ? അല്ലാതെ അതാണോ പ്രേതപ്പാറ? അതന്നെ ഒറ്റപ്പനല്ല, 2-3 പേരുണ്ട് ആ പാറയിൽ. രാത്രി കുറെ അതെ, മറ്റേവരൊക്കെ അല്ലേ കുളത്തിന്റെ അവിടെയൊക്കെ. ഇതാണ് ഗൈസ് പ്രേതപ്പാറ. അച്ചോടെ നോട്ടെ, ഞാൻ എല്ലാം പോയിട്ട് എടുത്തിട്ട് വരാം ഗൈസ്. നമുക്കുണ്ടാ പേടി. ഇതാണ് പ്രേതപ്പാറ, ഇതാണ് പ്രേതപ്പാറ. ഇതാണ് ഇതാണ് അച്ചു പ്രേതപ്പാറ. ഇതിന്റെ മോൾ കയറണോ? കയറണോ? അതിന്റെ മണ്ട കയറിക്കണോ? നിക്കണങ്ങ നിക്കാ, വേണമെങ്കിൽ നിക്കാ ഗൈസ്, കുഴപ്പമില്ല. അതെ, പാമ്പാണ് ഇപ്പൊ മെയിൻ. കുഴപ്പമൊന്നുമില്ല, നമുക്കുണ്ടാ പേടി. നമുക്ക് മെല്ലെ ഇതാണ് ഗേസ്, അവിടെ ഒരു പാറ കണ്ടോ? ഇതാണ് ഗേസ്, ഈ പാറേനെയും കൂടി തപ്പിയിട്ടാണ് ഞാൻ അവിടെ പോയിരിക്കണത്. ഇതാ ഗേസ്. സോ ഞാൻ ഇതിനോട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റില്ലാന്ന് തോന്നുന്നു. ഇതാ ഗേസ്, ഇതാ അത് പനയാവും ഗേസ്. ഇതാ ഗേസ്, ഇവിടെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അവിടെ ഈ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. ഇതുവരെയാണ്. ഇതാ ഗേസ്, ഇവിടെ ആയിട്ടാണ് നമ്മളെ ആൾക്കാരിനൊക്കെ കുഴിച്ചിട്ടത്. ഇവിടെ ആയിട്ടാണ്, ഈ ഒരു ഭാഗത്തൊക്കെ. ഇതാണ് പാറ. കാണാത്തവര് കണ്ടാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മള് കാണുമ്പോ എന്തോ ഒരു പേടി പോലെ. ഞാൻ ഇതുവരെ കയറുന്നുട്ടോ. എടാ നീ അവിടെ നോക്കണോ മണിയേ? നമ്മള് ഇവിടെ ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് വീടിന്ന് പോസാക്കി ഇങ്ങോട്ട് ചാടുമ്പോ. നീ അവിടൊക്കെ നീ ഇങ്ങോട്ട് വരണ്ട. അവനെ പിടിച്ച് ഒറ്റയ്ക്കുണ്ട്. ഒറ്റയ്ക്ക് വന്നാ ഭയങ്കര സീനാണ്. നമ്മളിപ്പോ 2-3 ആൾക്കാരുള്ളതുകൊണ്ട്. മണിയേ, ഇതാണ് സ്നേഹത്തെ പറഞ്ഞ പ്രേതപ്പാറ. നമുക്ക് ഇവിടെ കയറിയിട്ടത്. രാത്രി വരുമ്പോ റബ്ബർ കെട്ടാൻ വരുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെയാ ഉണ്ടാവില്ലേ, വെളിച്ചിനൊക്കെ എന്തൊക്കെ കണ്ടില്ലേ? ഇതാണ് കൈസ് ആ പാറ. കണ്ടാ ഇത് കണ്ടാ തന്നെ ഇവിടെ വീണാൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാലെ കുടിക്കും. ഇത് ജാതി പാറ തന്നെയാണ് പ്രേതപ്പാറ. ക്യാമറയിലാണ് നല്ല കേൾപ്പുണ്ട്. അവിടെ മണി അത് നമുക്ക് സ്റ്റിച്ച് കളയാം. ഇവിടെ വീഡിയോ കറക്റ്റ് നോക്കിട്ടാ, വീഡിയോ പോസ്റ്റ് ആക്കരുത്, പലതും കിട്ടും. വേറെ എന്തൊരു സൗണ്ട് കേട്ടോ, അതൊക്കെ ഇപ്പോഴും വലിയ ഇത് കിട്ടില്ലേ? എന്താണാവോ? വീഴോ? പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. അവിടെ പാനകളൊക്കെ ഉണ്ട് കേട്ടോ. ഒറ്റപ്പാന ഞാനൊക്കെ ആ പാറ കയറണമെന്നൊരു പേടി. പക്ഷെ ഞാൻ കയറി എന്തായാലും. ഇവനും കയറിയുണ്ട്, അച്ഛനും കയറി, അത് കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് നമുക്ക് മറ്റേത് കാണിക്കാം, പ്രതിഷ്ഠ കാണിക്കണോ? കാണിക്കാല്ലേ? പക്ഷെ അതിന് മുന്നേ അതിന് വലിയൊരു ഇതുണ്ട് കേട്ടോ, വലിയൊരു ഐഡിയ. ഞങ്ങളെല്ലാം കണ്ടിട്ട് എന്തൊരു വേറെ പോലെ അല്ലേ?
ഞെട്ടി കൈസ് ഉണ്ടപ്പോ സ്ഥലത്തേക്ക് പോകുമ്പോ ഒരു പോസിറ്റീവ് പോസിറ്റീവ് ഫീലിംഗ് ഞാൻ കാണിച്ചു കേട്ടോ കൈസ് നമ്മളെ അമ്പലത്തിലേക്ക് കയറി ഒരു ഫീൽ. നമ്മുടെ മലയാളികൾക്ക് അറിയാം കലക്ഷൊക്കെ എന്നൊക്കെ അറിയില്ലേ അങ്ങനത്തെ പരിപാടിയാണ്. അത് കിട്ടണം ഞാൻ നോക്കിയോ ഒരു സംഭവം ഞാൻ കണ്ടപ്പോ ഒരു ചാക്ക് കെട്ടി വെച്ചാൽ കണ്ടില്ല ഒരു കിഴി കെട്ടി വെച്ച പോലെ. വീഡിയോ പോസ് ആക്കിയായിരുന്നേ ആ സംഭവം കൊണ്ട് എന്തൊക്കെ നടക്കും. എന്താ ഇവിടെ നല്ല പേടിയാ എന്താ എന്താ കേട്ടോ ഞങ്ങൾ ആരും കെട്ടി വെച്ചാലും ഞങ്ങൾ ഇവിടെ മുള്ളുണ്ട് ഇവിടെ പോവാൻ ചെറിയൊരു മടി. ഞങ്ങൾ കെട്ടി വെച്ചാൽ ആരും കെട്ടി വെച്ചാൽ നല്ല പഴ വെയിറ്റ് വെച്ച് എന്ത് സൗണ്ട് കേൾക്കണേ എന്തൊരു കിഴി കെട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കെട്ടി വെച്ചല്ല കൃത്യല്ല ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. ആരെങ്കിലും കാൽപതം കേട്ടോ നിങ്ങളിപ്പോ കേട്ടു മണി കേട്ടോ വീഡിയോയില് കേൾക്കണ്ടായിരുന്നു അവർക്ക് വിശ്വാസമായിരിക്കും. അത് ശരി നല്ല മൈക്ക് ഇവിടെ അല്ലേ കേട്ട് കേൾക്കണ്ടേ ഇപ്പൊ മെല്ലെ ഇറങ്ങിയാലോ എന്തോ ഒരു ഇതുപോലെ അല്ലേ ഈ കിഴി കാണിച്ചപ്പോ എന്തോ ഒരു വിളിച്ചോക്കിയാലോ കുളിക്കണോ വേണ്ട റെഡ് കവറൊക്കെ ഇട്ടിച്ചിട്ടുണ്ട്. വേണ്ട വേണ്ട ഞാൻ എന്തായാലും അടുത്തേക്ക് ഒരു ക്ലോസപ്പ് എടുത്തോട്ടെ ഇവിടെ മുള്ളുണ്ടോ തൊടാനും നിക്കണ്ടോ കേറി കൂടിച്ചറിയാൻ ഞാൻ മറ്റേ ഇതാണ് സംഭവം കാണിക്കണ്ട ഞാൻ കാണിച്ചോളാം. ഇതാണ് സംഭവം എന്താ സംഭവം എനിക്കറിയില്ല കിടക്കാൻ ഭയങ്കര പേടിയുണ്ട് സംഭവം ഇറങ്ങാവാ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് വാ ഇല്ലില്ല ഓക്കെ ഗൈസ് നമ്മൾ ഇവിടെ മെല്ലെ ഇറങ്ങാൻ പോകണം. നമ്മളെ പ്രതിഷ്ഠന്റെ കഥ പറഞ്ഞുതരാം. എന്തായിരുന്നു അതിന്റെ കഥ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലേ? അതെന്താ സംഭവം ഞങ്ങളെ നമുക്ക് കലശൊക്കെ കഴിക്കില്ലോ കോഴീനൊക്കെ അവിടുത്തെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല ഒരു കൽപ്രതിഷ്ഠ ഒരു സംഭവം. അപ്പോ നമ്മുടെ കാരണവന്മാരില്ലേ കാരണവന്മാര് ഒരു ഇങ്ങനെ ഒരു കല്ല് എന്തോ ഒരു പ്രതിഷ്ഠ മനസ്സിൽ വിചാരിച്ചിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായിരുന്നു അതിന്റെ പേര് കലശല്ലേ പാറക്കുട്ടി അങ്ങനെ ഒരു ദൈവത്തിന്റെ നമ്മളിന്ന് നടത്തുമായിരുന്നു. ഒരു 2-3-4 കൊല്ലം മുന്നേ പ്രളയത്തിന് മുന്നേ കൊറോണ ടൈമില് ആ പെട്ടെന്ന് കല്ല് ഇവിടെ പ്രതിഷ്ഠ പെട്ടെന്ന് കാണാണ്ട് പോയിട്ടാണ്. അപ്പോഴും നല്ല അമ്മമ്മയുടെ ചെറുപ്പത്തിലല്ലേ കാണാൻ അത് ശരിയാ കാണാണ്ടല്ലേ പ്രളയത്തിനാണ് കിട്ടിയത്. പ്രളയത്തിനാണ് കിട്ടിയത് 6 മാസം മുമ്പേ. അച്ഛമ്മയുടെ ചെറുപ്പത്തില് ആ സമയത്ത് കുറെ കലശൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു ആ തലമുറയിലെ ആൾക്കാർ തമ്മിൽ പിന്നെ വഴക്കായി. പിന്നെ കുറെ കാലം കലശൊന്നും കഴിക്കാതെ കുടുംബ പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ കലശൊക്കെ നിർത്തി വെച്ചപ്പോ ദൈവത്തിന്റെ കോപം കാരണം ഒരു ദിവസം അവിടെ ആ പ്രതീക്ഷ ആ കല്ല് ആ പറക്കുട്ടി അതിന്റെ തലേന്ന് തന്നെ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അടിച്ചു നോക്കിയപ്പോ കാണാനില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം 10-60 കൊല്ലം കഴിഞ്ഞു എന്നാണ് പറയണത്. അപ്പൊ അച്ഛമ്മക്ക് നല്ല പ്രായമായി 70 വയസ്സൊക്കെ ഉണ്ടാവില്ല പെൻഷനൊക്കെ 70 വയസ്സായി. അടുത്തായപ്പോ ഞങ്ങളുടെ മാമന്റെ സ്വപ്നത്തില് ഈ കാണാതെ പോയ ഈ കല്ല് ഈ സ്ഥലത്തുണ്ട് പറഞ്ഞിട്ട് കറക്റ്റ് സ്വപ്നം കണ്ടു. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ആള് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഞെട്ടിപ്പോയി. ആള് പറഞ്ഞ അതേ സ്ഥലത്ത് ആ മരത്തിന്റെ ആ സൈഡിലായിട്ട് പറഞ്ഞ ആ കല്ലിന് ഒരു കുഴപ്പമില്ല. അത്ര പ്രളയം വന്നിട്ട് ഇവിടെ കായൊക്കെ മുങ്ങിയായിരുന്നു. പറയുമ്പോ അത് കരിങ്കല്ല് പോലും വേറെ ടൈപ്പ് കല്ല് നൂറ്റാണ്ട് പഴക്കണ്ടായി. എന്നിട്ടും അത് നശിച്ചു പോകില്ല എന്നാലേക്കാണ്. അല്ല ഒരുപാട് എന്താ പറയാ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇവിടെ ആ പ്രളയ സമയത്ത്. ഞങ്ങളിപ്പോ കലശം കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ പണിക്കാരുടെ അടുത്ത് ചോദിച്ചതാ. അപ്പൊ പണിക്കാര് പറഞ്ഞു ആ കല്ല് നിങ്ങളുടെ വളപ്പിൽ തന്നെ ഉണ്ട്. ആ വളപ്പ് വിട്ട് പോയിട്ടില്ല. നിങ്ങൾ തൽക്കാലം ഇപ്പൊ വേറൊരു കല്ലിനെ ദാനിച്ചിട്ട് മനസ്സില് പ്രാർത്ഥനയോടെ ബഹുമാനത്തോടെ വിചാരിച്ചിട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ആ കല്ല് കാണിച്ചാണ് അത് അവിടെ എത്തുമ്പോ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ഒരു അമ്പലത്തിലൊക്കെ പോയൊരു ഫീൽ ഞാൻ കാണിച്ചു. ഒരു പ്രത്യേക ഒരു ഫീല് പറഞ്ഞ പ്രത്യേക പിടി ഫോട്ടോ ഡിസ്പ്ലേ തുടങ്ങി ഇതാണ് ഗൈസ് നമ്മുടെ കാരണവന്മാരെ ദൈവം എന്നൊക്കെ പറയുന്ന സംഭവം. അതാണ് ഇതിലൊരു പോസിറ്റീവ് എനർജി ഇല്ലേ? സത്യം പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് ഇനി ഇറങ്ങാലോ വീട്ടിൽ. സോ ഗൈസ് ഞങ്ങൾക്ക് ഇതിന്റെ കഥ ഇത്ര അറിയുള്ളൂ. ശരിക്കുള്ള കഥ വേണമെങ്കിൽ അച്ഛമ്മയ്ക്കും അച്ഛമ്മയുടെ അമ്മയ്ക്കും അങ്ങനെ ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ. ബട്ട് അവരൊന്ന് വീഡിയോയിൽ വന്നത് പറയില്ല. ഞങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എന്തായാലും അറിയാലോ 60 കൊല്ലമൊക്കെ ആയിട്ട് ഒരു കല്ല് അവിടെ തന്നെ അതേ സ്ഥലത്ത് നിന്ന് അവിടെ തന്നെ
ഒരു സുപ്രഭാതത്തിൽ എന്തായാലും വിശ്വസിക്കില്ല guys. അതെ ഞങ്ങള് ഞങ്ങൾ തന്നെ വിശ്വസിച്ചില്ല ഗൈസ്. അങ്ങനത്തെ സംഭവമാണ്. അപ്പൊ നമ്മള് ഒരു കല്ലിനെ മനസ്സിൽ ശ്രദ്ധിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കാം അല്ലേ? ആ പറക്കുട്ടീനെ അവിടെ അല്ലേ, അത് കാണിച്ചു കൊടുക്കാം ഗൈസ്. ഞങ്ങളുടെ ഈ കുന്നൊന്ന് ഇറങ്ങട്ടെ കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ സങ്കല്പിച്ചിട്ട് വെച്ച ഒരു ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തെ പോലെ തന്നെ കണ്ട് വിശ്വസിച്ച് പ്രതിഷ്ഠിച്ചതാണ്. ഇത് വീഡിയോ എടുക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല, എന്തായാലും പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇതാണ് കേട്ടോ ഗൈസ്. സോ ഗൈസ്, എന്താ പറയുക, ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞങ്ങൾക്ക് എന്തൊക്കെയൊക്കെ നെഗറ്റീവ് ഫീലൊക്കെ തോന്നി, അത് കാരണം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. സോ ഗൈസ്, നമുക്ക് ഇതിന് കൂടുതൽ വ്യൂസ് കൂടിയും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ അച്ഛമ്മയോട് അച്ഛനോട് ചോദിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ കുറേ അറിഞ്ഞിട്ട് ഇവിടെ വേറെ കുറേ സാധനമില്ല അച്ഛോ, വേറെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങോട്ടൊക്കെ കയറി പോയിട്ട് മറ്റേ കായാമ്പൂവോ അവിടെയൊക്കെ അങ്ങോട്ട് കയറി പോയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കണ്ട ഗൈസ്. നല്ല സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളൊക്കെ ചെയ്യാം. ഇതിൽ കൂടുതൽ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ എന്തായാലും ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ ആ മറ്റൊരു കിഴി കാണിച്ചെന്നില്ലേ, ഒരു ഇതൊക്കെ കിട്ടി. അവിടെ എത്തിയപ്പോൾ എന്തൊരു കാൽപാദം ഒച്ച കേട്ടു. നീ കേട്ടില്ലല്ലോ? ഞാൻ അത്ര കേട്ടില്ല, പക്ഷെ ഞാൻ കണ്ടു അത്. ഞാൻ സൗണ്ട് കേട്ടില്ല, പക്ഷെ ഞാൻ കണ്ടു. എന്ത്? ഒരു ചാക്ക്, ചുവന്ന ചാക്ക്, അത്രയും ഏറ്റവും ഹൈറ്റിലാണ് അത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെ അടുത്തൊക്കെയാണ് വിശ്വസിക്കാന്ന് പറയാ ആരെങ്കിലും, അത്രയും മേലെയാണ്. എന്തൊക്കെ ഒച്ച കേട്ടു, ഞങ്ങൾ ആ പാറ കയറിയപ്പോൾ എന്തൊരു ഒച്ച കേട്ടു. അതേപോലെ എന്താ പറയാ, മറ്റേ നമ്മുടെ ആ കീഴ അങ്ങോട്ട് പോയപ്പോൾ എന്തൊരു ഒച്ച കേട്ടു. സോ ഞങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിനെ പറ്റി കൂടുതലായിട്ട് ഞങ്ങൾ ഇതിന് പാർട്ട് 2 ആയിട്ടൊരു വീഡിയോ എടുക്കാം. സോ അതുവരെ ബൈ ബൈ ബൈ. ഓക്കെ ബൈ.